So nice. My legs are cramped. ബാഗ് വെക്കാൻ പറയുകയാണ് ഞാൻ പുറത്തു നോക്കട്ടെ. Exit from the. Hello guys. The one you see on. Hey, you want to put in a video? Yeah. I know. സോ ഞാൻ ഇന്നിപ്പോൾ IMG വേൾഡിൽ വന്നിരിക്കുകയാണ്. ഇതിവിടെ ഒരു തീം പാർക്കാണ് ദുബായിൽ. അമ്മയുടെ റൈഡ് കയറാൻ വന്നോ എന്താ കയറാൻ ഇത് പേടിയാ. നമുക്ക് അമ്മയെ ഹോണ്ടഡ് ഹൗസിൽ കൊണ്ടോ ഒരു ഹൗസിൽ കാണില്ല. So after clearing all the security checks, we are inside. Make sure that bag food items or water bottles ഒന്നും ഇല്ലാതിരിക്കാൻ because they will not let you inside. As you can see, decor full Halloween themed ആണ്. And something that I saw was Happy Diwali കൂടെ ഒരു സൈഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ആ ഒരു സീസൺ ആയതുകൊണ്ട്. Like most of the theme parks, ഇവിടെയും areas divide into different segments. So the first thing that we entered was into the Lost Valley. Now this is a dinosaur theme park. To our left is a ride. 90-degree drop. അത് നല്ലതാ. അപ്പോൾ അതിന്റെ കാര്യം നമ്മൾ ഇപ്പോഴും പറയാം. It's nice. It's nice. Right are a few food stalls. And we decided to go for the first ride, that is Predictor. Usually the queue is really long. If നമ്മൾ weekday ഒരു afternoon time പോയത്, it was easier to get into the ride. അടുത്ത് എന്തായി? Even though പുറത്ത് അത്ര ക്യൂ കണ്ടില്ലായിരുന്നു, ഉള്ളിൽ ചെന്നപ്പോഴത്തേനും there was standing in the queue. So we done. How was the ride? ഞങ്ങളുടെ റൈഡ് ഇരുട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടോ? നെക്സ്റ്റ് റൈഡിൽ അമ്മ ഇത്ര അഡ്വഞ്ചർ ആയിട്ടുള്ള ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ നമ്മൾ കുറച്ച് കൊച്ചു കുട്ടികളായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അതിൻ്റെ എഫക്റ്റ് ഓരോ പ്രാവശ്യം ഓരോ പോലെ. അതിൻ്റെ ഡിഗ്രി അറിയോ? കാണാൻ പറ്റില്ല. ഡാർക്കാ. Next up, one of the best ride in IMG, that is the Velocity Raptor. ഇവിടെ യൂഷ്വലി നല്ല ക്യൂ ആണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വീക്ക് ഡേ ആയതുകൊണ്ടും സ്കൂൾസ് ഒന്നും അങ്ങനെ ട്രിപ്സ് കൊണ്ടുപോകുന്ന ടൈം അല്ലാത്തതുകൊണ്ടും ഇവിടെ അത്ര ആളില്ലായിരുന്നു. ആൻഡ് ഈ ഏരിയ തൊട്ട് ഞാൻ സ്കൂളിൽ നിന്ന് വന്ന സമയത്ത് ഈ ഏരിയയിൽ നിന്ന് തൊട്ടേ ലൈൻ ഉണ്ടായിരുന്നു ഈ റൈഡിൽ കയറാൻ. ഓടിയോ? യൂഷ്വലി ഇവിടെ ലൈൻസ് ഭയങ്കര വലുതാവുന്നതാണ്. ഇപ്പൊ എനിക്കറിയൂടെ എത്ര ആളില്ലാത്തത്. ആളൊക്കെ ഉണ്ട്. അങ്ങനെ ലാസ്റ്റ് ക്യൂ ഒക്കെ നമ്മുടെ റൈഡിനടുത്ത്. ഇവിടെ ഓരോ റോയില് 2 സീറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഏരിയ തന്നെ അവരിങ്ങനെ ബാസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ ഗേറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. സോ ആസ് സൂൺ ആസ് ദി കോസ്റ്റർ കംസ് ആ ഗേറ്റ് ഓപ്പൺ ആയിട്ട് 2 പേർക്ക് കയറാനായിട്ട്. നമ്മൾ ഫസ്റ്റ് സീറ്റിൽ ഇരിക്കാനായിരുന്നു പ്ലാൻ. ബട്ട് ഇരിക്കാൻ പറ്റിയില്ല. അവിടെ കുട്ടികൾ വേറെ കുട്ടികൾ. My legs are cramped. It was so fast. I have cramps on my legs. I wanted to show you all this. After every ride, നമ്മൾ എക്സിറ്റ് ചെയ്ത് പുറത്തിറങ്ങുമ്പോഴത്തേനും it's actually an entrance of a store. അവിടെ ആസ് യു ക്യാൻ സീ നമ്മളുടെ പിക്ചേഴ്സ്, അവിടെ എടുത്ത പിക്ചേഴ്സ് അവർ ഇതിൽ കാണിക്കും. ആൻഡ് ഇഫ് യു വാണ്ട് യു ക്യാൻ ആക്ച്വലി ബൈ ദ ഫോട്ടോ. ആൻഡ് ദിസ് സ്റ്റോർ വിൽ ഹാവ് എവറിഥിങ് ദാറ്റ്സ് റിലേറ്റഡ് ടു ദ റൈഡ്.
അപ്പോൾ ഇപ്പോൾ വെലോസിറ്റി റാപ്റ്റർ ആയതുകൊണ്ട് നമുക്കിവിടെ ഡൈനോസേഴ്സിൻ്റെ എല്ലാം ഇതിപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ പറയായിരുന്നു ഇത് നമ്മൾ ടിക്ടോക്ക് വീഡിയോസിൽ കണ്ടിട്ടുള്ള ആൻഡ് ഇവിടെ ഇപ്പോൾ ഡിഫറെൻറ്റ് പ്രൈസ് റേഞ്ചിനുള്ള സൊവനിയേഴ്സ് അവൈലബിൾ ആണ് സോ ദാറ്റ് യു കെൻ ഗെറ്റ് വൺ ഓഫ് ഇറ്റ് വെൻ യു ലീവ്. സോ ഇപ്പോൾ നമ്മൾ അച്ഛനും അമ്മയും ഒരു റെസ്റ്റോറൻറ്റിലോട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ നോക്കാം, ബിക്കോസ് നമ്മൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. സോ ഇത് ലോസ്റ്റ് വാലിയിൽ തന്നെ ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്. ആസ് യു ക്യാൻ സീ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒക്കെ ഫുൾ അവർ അതേ തീമിൽ തന്നെയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പെട്ടെന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് നമ്മൾ ആക്ച്വലി പോയത് അടുത്ത റൈഡിലോട്ടാണ്. ബിക്കോസ് ഈ റൈഡിൽ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറ്റും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇതിന് തന്നെ കയറാൻ പോയി. ആൻഡ് ഇവിടെയും ഞാൻ പറഞ്ഞ പോലെ ലൈൻ യൂഷ്വലി ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഫുൾ നമ്മൾ കവർ ചെയ്ത് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ട കാര്യം ആകെ 4-5 പേരേ ഉള്ളായിരുന്നു. എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ റൈഡിൽ കയറി. ആൻഡ് ഇതാണ് റൈഡ്. This is such an amazing ride. If you are adventurous and like to try something new, then this is amazing. That was fun. ഒരു റൈഡോട് കാണാൻ പറ്റും. If you sit here, you can see it so well. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് സ്പൈഡർമാൻ്റെ റൈഡ്. സോ നമ്മൾ അതും കുറച്ച് ഫാസ്റ്റ് പേസ് ആണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതും കൂടെ ലൈൻ ഇല്ലെങ്കിൽ ഇതും കൂടെ കവർ ചെയ്തിട്ട് പെട്ടെന്ന് പോവാം. ഇതിൻ്റെ ഇന്റീരിയർ ഫുൾ ആ തീമിൽ തന്നെ ആയിരിക്കും അവർ ചെയ്യുക. യൂഷ്വലി ഇവിടെ ഭയങ്കര ലൈൻ ഉണ്ടാവും. ഇറ്റ്സ് ജസ്റ്റ് 3. സോ മേ ബി അതുകൊണ്ടാവും. ലൈൻ ഈസ് മൂവിങ്. ലൈൻ സ്റ്റോപ്പ്. അത്യാവശ്യം നല്ല ലൈൻ നിന്നിട്ട് നമ്മൾ അവസാനം എത്തി. ആൻഡ് ഇതാണ് അതിൻ്റെ സീറ്റ്സ് വരിക. ആൻഡ് ഈ സീറ്റ്സ് കാണുന്ന പോലെ അല്ല റൈഡ് അത്യാവശ്യം നല്ല സ്പീഡുള്ളതാണ്. ആൻഡ് ദ എക്സിറ്റ് ഓഫ് ദിസ് വാസ് റിയലി നൈസ്. ഫുൾ സ്പൈഡർമാൻ കോമിക്സ് സൈഡിൽ വാളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആസ് ഐ സെഡ് അഗൈൻ നമ്മൾ എൻട്രി ചെയ്യുന്നത് സ്റ്റോറിലോട്ടാണ്. ഇത് സ്പൈഡർമാൻ സ്റ്റോർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ടോയ്സ് ഉണ്ടാവും, ഹൂഡീസ് ഉണ്ടാവും, കോസ്റ്റ്യൂംസ് ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ എല്ലാ കോസ്റ്റ്യൂംസും ഇവിടെ കൊടുത്തിട്ടുണ്ട്, അയൺമാൻ്റെയും ഹൾക്കിൻ്റെയും ഒക്കെ. ആൻഡ് ഇതാണ് ആ ഫുൾ സ്റ്റോർ. ദിസ് ഈസ് മെയിൻലി ടു അട്രാക്ട് കിഡ്സ്. അപ്പോൾ കുട്ടികൾ നന്നായിട്ട് അവർക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. So that exit ആകുമ്പോഴത്തേനും they can grab onto one. How was the ride, Adi? How was the ride? Just us. We kind of felt like the rides were shorter. Stop. I know this. Good. So ഈ റൈഡ് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് കോൾ വന്നു അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഫുഡ് കഴിക്കാൻ റഷ്. എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ റൈഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കറി നമ്മൾ ഇവിടെ ഫ്രൈഡ് ചിക്കനും കോൾസ്ലോയും ഫ്രൈസും ഒക്കെയാണ് കഴിച്ചത്. സോ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ബാക്കി റൈഡ്സ് പോകാമെന്ന്. ഇപ്പോൾ ഇതുവരെ അച്ഛനും അമ്മയും വേറെ റൈഡ്സിൽ പോയിട്ടുണ്ടായിരുന്നു, ആദ്യം മറ്റേ ലോ വെലോസിറ്റി റൈഡ്സിൽ. ഇനിയിപ്പോൾ നമ്മൾ വെച്ച് ബാക്കി ഇനിയും അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പോകാമെന്ന്. റൈഡ്സ് പോകാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ചെയർസും മസാജ് ചെയറും ഒക്കെ ഉണ്ട് ഇവിടെ. അമ്മ അത് അത്ര സ്പീഡാത്. അമ്മ ആ സ്പീഡേ ഉള്ളൂ. സോ നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ ഹൾക്കിൻ്റെ റൈഡിൽ പോകാനാണ്. ഇതൊരു 3D റൈഡാണ്. സോ നമ്മൾ അങ്ങോട്ട് റൈഡ് എൻട്രി ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്കിവിടെ 3D ഗ്ലാസ്സസ് അവർ തരും. So before entering it, they'll first call us into this area. അപ്പോൾ ഇവിടെ അവർ ഇൻസ്ട്രക്ഷൻസ് പറയും, അല്ലെങ്കിൽ റൈഡിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ തരുന്നത് ഈ ഒരു ഏരിയയിലാണ്. ആൾക്കാരെല്ലാം കയറി കഴിഞ്ഞിട്ട് അവർ ആ ഡോർ ക്ലോസ് ചെയ്യും.
സോ ഇത് കഴിഞ്ഞ് അവർ നമുക്ക് അഡ്ജസ്റ്റൻ്റ്ലി ഒരു ഡോർ ഓപ്പൺ ചെയ്യും. അങ്ങോട്ട് എല്ലാ ആൾക്കാരോട് പോയിട്ട് ഈ ഒരു ഏരിയയിൽ ഇരുന്നിട്ട് അവർ നമുക്ക് ആ ഒരു 3D വിഷ്വൽസ് കാണിക്കും. ഇത് റിക്ലൈനർ ചെയറോടാണ്. സോ നമ്മൾ റൈഡ് കഴിഞ്ഞപ്പോൾ ഇറങ്ങുകയാണ്. നെക്സ്റ്റ് സ്റ്റോപ്പ് നമ്മൾ മെയിനായിട്ട് വന്ന കാര്യം ഹോണ്ടഡ് ഹൗസ്. ഹോട്ടലാമേ. സോ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ നമുക്കിവിടെ കയറാനുള്ള ടൈം കിട്ടിയില്ല. സോ അന്നേ ഞാൻ വിചാരിച്ചിരുന്നു എനിക്ക് ഹോണ്ടഡ് ഹൗസിൽ കയറണം എന്ന്. ആൻഡ് ഇതിൽ എന്താണെന്ന് നമുക്കറിയാനുള്ള ക്യൂരിയോസിറ്റി ആണ് മെയിനായിട്ട്. ആൻഡ് ആസ് യൂഷ്വൽ എന്നോട് ക്യാമറ മാറ്റി വെക്കാൻ പറഞ്ഞു. ഇതിപ്പോൾ റൈഡ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ്. അടുത്ത് നമ്മൾ സിമിലർലി വേറൊരു 4D ആണെന്ന് തോന്നുന്നു, 4D ബെൻറ്റൻ്റെ ഒരു റൈഡ് ഉണ്ട്. സോ അതിന് നമ്മൾ കയറി. ഇതിനും അവർ നമുക്ക് ആ സെയിം ഒരു കോമൺ ഏരിയയിൽ ഇങ്ങനെ സ്ക്രീനൊക്കെ കാണിക്കും. നെക്സ്റ്റ് വൺ വാസ് ടീൻ ടൈറ്റൻസിൻ്റെ. അപ്പോൾ ഈ റൈഡ് കമ്പാരിറ്റീവ്ലി ഈ റൈഡ്സൊക്കെ കുട്ടികൾക്ക് കയറാൻ പറ്റുന്ന റൈഡ്സ് ആണ്. ഇതിനൊക്കെ ഹൈറ്റ് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് മുന്നേ കാണാൻ പറ്റും ഒരു കുട്ടി പോകുന്നുണ്ട്. സോ ഈ റൈഡ്സൊക്കെ കുട്ടികൾക്ക് വേണ്ടിയുള്ള റൈഡ്സ് ആണ്. ബട്ട് നമ്മൾ വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ പിന്നെ എല്ലാ റൈഡ്സിലും കയറാനുള്ള ഇത്. മുന്നത്തെ റൈഡ്സ് പോലെ തന്നെ ദിൽ ഷോ യു വീഡിയോ അബൌട്ട് ദി റൈഡ്. അപ്പോൾ ഇത് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ ഷൂട്ടിംഗ് സോർട്ട് ഓഫ് ഗെയിം. എന്നിട്ട് പെർ പേഴ്സൺ എത്ര പോയിൻറ്റ്സ് കിട്ടുന്നു എന്നൊക്കെ ഉള്ളൊരു റൈഡായിരുന്നു. ആൻഡ് ഇതിലും സെയിം പാറ്റേൺ. എക്സിറ്റിൻ്റെ അവിടെ വേറൊരു സ്റ്റോറ്. ഇതേ ഒരു പാറ്റേൺ തന്നെയാണ് ഇവിടെയുള്ള ബാക്കി തീം പാർക്സും. ഫെറാറി വേൾഡിലൊക്കെ ഇതേപോലെ തന്നെയാണ്. റൈഡ്സ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഇങ്ങനൊരു സ്റ്റോർ ഉണ്ടാവും. Oh, she was very sweet. I was like, is there a light? She was like, ah. Oh, okay. അങ്ങനെ ലാസ്റ്റ് എല്ലാ റൈഡ്സും കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാറായി. അപ്പം നമ്മൾ വെച്ചൊരു വാഫിൾ മേടിച്ച് കഴിക്കാമെന്ന്. Thank you. Getting into all of these rides actually drained a lot of energy. അപ്പോൾ നമ്മൾ വാഫിൾ കഴിച്ചിട്ട് എനർജി തിരിച്ച് എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ വാഫിൾസും മേടിച്ച് കഴിച്ചു. സോ അങ്ങനെ നമ്മളിപ്പോൾ ഇറങ്ങുകയാണ്. അത്യാവശ്യം നല്ല ടൈമായി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സമയം എന്താടാ അതി ഇപ്പോൾ ഇവിടെ സമയം 7:55. നമ്മൾ 12 വന്നിട്ട് ഇപ്പോൾ 8 ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. It was an amazing day. I hope you liked the video and if you did, please let me know, and for more such videos